എൻ്റെ തങ്ക നീ കൊച്ചു പിള്ളേടുത്ത് പറയും പോലെ പറയണ്ട. ഓ എല്ലാം അതൊക്കെ ഓർമ്മയുണ്ട്. ആ ശരി ശരി ഓക്കെ. എന്തൊരു പണി നിനക്ക്? ഞാനിത് ടൈറ്റ് ഭയങ്കര. അതെ, ആ ഫ്രിഡ്ജിൽ ഇരുന്ന് പച്ചക്കറി എടുത്ത് മേളിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്താ നീ? എന്തൊരു ചോദ്യം? എന്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ അതെ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ അത് രാവിലെ എടുത്ത് കൊണ്ട് കൊടുക്കണമെന്ന്. അച്ഛമ്മ അത് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കാം, അതിനകത്ത് പച്ചക്കറി ഉണ്ടോ എന്ന്. ഇനി ആദ്യം പച്ചക്കറി ഇല്ലെന്നുണ്ടെങ്കിൽ മേളിൽ ലില്ലിപ്പൻ്റെ അടുക്കള ചെന്ന് നോക്കാം, അവിടെ ഉണ്ട്. അയ്യോ എൻ്റെ പൊന്ന് സാറേ, സോറി, ഞാൻ ഓർത്തില്ല. അല്ല ഭക്ഷണ കാര്യത്തിൽ നിനക്കുള്ള ശുഷ്കാന്തി വേറെ ഒന്നിനും കാണൂലല്ലോ. അല്ല വേറെ പാർട്ടിക്കാരിയോ അങ്ങനെ വല്ലതും പറഞ്ഞ് നീ എവിടെ തിരിഞ്ഞു പോലും നോക്കൂലല്ലേ? ഇതിപ്പോ അവിടെ റെഡി ആയല്ലേ? ഈ പാർട്ടിക്കാര്യത്തിൽ ഞാൻ വരാത്ത എന്തുകൊണ്ടാന്ന്? കണ്ണിത്തേപ്പ് പരിപാടി ആണ്ടല്ലേ? പിന്നെ ഭയങ്കരം തന്നെ. റോസ്മേരി പറഞ്ഞേക്കുന്ന പൈസ ഇല്ലാത്ത ഒരു പരിപാടിക്കും പോയി സമയം കളരുതെന്നാ. ഓ അതുകൊണ്ടാണ് വർഷാപ്പിലും പോവാത്ത. വർഷാപ്പി പണിഞ്ഞു വെച്ചേക്കുന്ന വണ്ടി ഇറങ്ങുന്നില്ല. വർഷാപ്പി മറ്റേ കൊടുത്തു വിടണം. ആ ഓ ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ആണാ? എവിടായി? ആ കൊട്ടാരക്കര. ആ ആ ഓ ഉണ്ട്. ആണാ? 2 ദിവസം ഉണ്ടാവോ? പിന്നെന്ത്? എടാ ഇങ്ങോട്ട് വാ, നമുക്ക് ഫുഡ് ഇവിടെ നിന്നാക്കാം. ഓ നീ എടേ നീ വലിയ ഗമയൊന്നും കാണിക്കണം, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ. ഓ ആ ശരി ശരി. ആ പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടിയാ? ഫെസ്റ്റിവലിൻ്റെ പാസ് കിട്ടിയാ? ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. ആ കിട്ടി. ആ ഓക്കെ ഓക്കെ. അപ്പം നീ വാ, ഉച്ചയ്ക്ക് ഇതാ ഇവിടെ നിന്ന് അതെല്ലാം ഓക്കെയാണ്. ഇടേ നീ കിടന്ന് ഇളവണ്ട, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ നിന്ന്. ആ ശരി, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, കുഴപ്പമില്ല, നീ വന്നാൽ മതി. ആ ഓക്കേടാ ഓക്കെ. പിറക്കി വറക്കി പാലായിന്ന് വറക്കി വരണം ഇങ്ങോട്ടും. അവനിവിടെ മറ്റേ ഫിലിം ഫെസ്റ്റിവൽ നടക്കണം, അത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആ എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഓ നിന്റെ കൂട്ടുകാർ അത്രയും വിവരമുള്ളവരൊക്കെ ഉണ്ടോ? ചീമ്പൻ വേണ്ട, ചീമ്പന്റെ കേസ് നീ പറയണ്ട. ചീമ്പൻ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. ഇവന്ന് പറയട്ടെ, കുറെ നാളായി ഇവനെ കണ്ടിട്ട് ഉച്ചയ്ക്ക് ഇവിടുന്ന് കൂടാന്ന് പറഞ്ഞു. ഇവിടെ കൂടാ? അല്ല ഇങ്ങോട്ട് വരുമ്പോ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിന് തങ്കം ചേട്ടത്തി ഇവിടെ ഇല്ലല്ലോ. ഇവിടെ തങ്കം ചേട്ടത്തി ഇല്ലാത്തപ്പോ നീ പട്ടിണിയായിരുന്ന? ആണല്ലോ, അവിടെ പോയി കഴിക്കുമല്ലോ. ആ നമ്മുടെ പെങ്ങളൊരുത്തി അവിടെ ഉണ്ടല്ലോ. അതിപ്പോ നമ്മൾ രണ്ടുകൂടെ പോയി കയറി ഇറങ്ങി കഴിക്കുന്നല്ലോ. പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വരുമ്പോ നമുക്ക് അങ്ങനെ വിളിച്ചോണ്ട് പോകാൻ പറ്റൂ? എടാ ഈ വർക്ക് ചെയ്യുന്ന പറയണ പറഞ്ഞു വരുമ്പോ വകയില് നമ്മുടെ ഒരു ബന്ധുവാണ്, പിന്നെ അല്ലാണ്ട് അവൻ അന്യൊന്നുമല്ല. നാട്ടിൽ അവിടെ നിന്ന് ഒരുത്തം വരുമ്പോൾ അവൻ അന്തസ്സായിട്ട് ഭക്ഷണം കൊടുക്കണ്ടേ? അത് നമ്മുടെ ഒരു മര്യാദയല്ലേ? അത് കൊടുക്കാം. പുള്ളി വരുമ്പോ എനിക്കൂടെ ഒരു പാസ് ഒപ്പിച്ചത് ഞങ്ങൾ രണ്ടുകൂടെ പോയി ഒരു സിനിമ കാണായിരുന്നു. എന്തിനു? ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പാനെ. അയ്യോ നിനക്ക് വർഷാപ്പിൽ പണിയില്ലേ? വർഷാപ്പിൽ പണിഞ്ഞു വെച്ച വണ്ടി 2 ഇറങ്ങാറുണ്ട്. അത് പണി ആദ്യം അത് പണി തീർന്നു. ഇല്ല മര്യാദക്ക് പോയി പണി ചെയ്ത് അത് ഇറക്കി 2 പൈസ ഒപ്പിക്കാൻ നോക്കും. മച്ചമ്പി പണി ചെയ്തതിന്റെ പൈസ കിട്ടാനുണ്ട്. അതുപോലെ 2 മണിക്കൂർ പോയി സിനിമ കണ്ടെന്ന് പറഞ്ഞ് എന്റെ വർഷോപ്പിലെ പണിയൊന്നും നഷ്ടപ്പെടും. ഒന്നാമത് ഈ ഫിലിം ഫെസ്റ്റിവൽ പറഞ്ഞ സിനിമയൊന്നും നിനക്ക് കണ്ടാൽ മനസ്സിലാവും. അതെന്താ കണ്ടാ മനസ്സിലാവാത്ത? തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ. അത് നിനക്കല്ല, നീ പോയി കണ്ടാൽ നിനക്കൊന്നും മനസ്സിലാവൂല. അന്യഭാഷാ ചിത്രങ്ങളാണ് കൂടുതലുള്ളത്. ഞാനും രാത്രി അന്യഭാഷാ സിനിമയൊക്കെ കാണുന്നതാ, എനിക്ക് അതിന്റെ കഥയൊക്കെ അറിയാലോ. വർഷാപ്പിൽ പോകാൻ നോക്ക്, സിനിമ കാണാൻ നടക്കണം. ചുമ്മാ അത് ടി വി കണ്ടിരുന്ന് ഉറക്കമില്ലാതെ വർഷാപ്പിന് സമയത്ത് പോലും പണിയും ചെയ്ത് കൊടുക്കില്ല. ചെയ്യണ പണി മൊത്തം തലവേദനയാക്കി വെച്ചിട്ട് ആൾക്കാരെ വായിരിക്കണ കേൾക്കാൻ പോയി മര്യാദ ഇരിക്കണ വണ്ടി പണി ചെയ്ത് കൊടുക്കാൻ നോക്കും. അവസാനമായിട്ട് ചോദിക്കും ഒരു പാസ്. ഞാൻ ഏറ്റവും അവസാനമായിട്ട് നിന്റെ അടുത്ത് പറയണം, നീ മര്യാദയ്ക്ക് ഇന്ന് വർഷാപ്പിൽ പോയില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നീ ഇനി പുറത്താവും, നീ കൊടുങ്ങ വിളക്കാവും. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തോ എല്ലാം പറയണേ, മുഖത്തേക്ക് പറയണ. ഞാൻ പണി ചെയ്തോളാം. പണി ചെയ്താൽ നിനക്ക് കൊള്ളാം. പതിവില്ലാതെ പണി സാധനങ്ങളായിട്ടൊക്കെ പണിയുണ്ട്. സത്യം പറഞ്ഞാലേ കനകമച്ചമ്പി ക്ലീറ്റമച്ചമ്പി കുറ്റം പറയുന്നതിനകത്ത് യാതൊരു തെറ്റും. എന്താ അങ്ങനെ തോന്നേ? അല്ല, ഓരോ കാര്യങ്ങൾ ഈ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ. പാലേന്നെങ്ങാണ്ട് ക്ലീറ്റമച്ചമ്പിയുടെ ഒരു കൂട്ടുകാരെങ്ങാണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കൂല്ലേ, അവിടെ സിനിമ കാണാൻ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വരുന്നെന്ന് പറഞ്ഞേ ഉള്ളൂ. എടാ നീ വീട്ടിലോട്ട് വേടാ, നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം, 2 ദിവസം ഇവിടെ തങ്ങാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മച്ചമ്പി തങ്കാൻ ചേട്ടത്തി ഇവിടെ ഇല്ലല്ലോ, നമുക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റും? പേടി ലില്ലിപ്പണ്ണുണ്ടല്ലോ, അവള് വെച്ച് കൊടുക്കും. അവൾക്ക് എന്താ വെച്ച് കൊടുത്താൽ? അവൾക്കും അറിയാവുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ടൊരു വർത്തമാനം.
കാരാമറ്റമ്പി എന്നാൽ ലില്ലിപ്പണ്ണെ അങ്ങോട്ട് ജോലി ചെയ്യിപ്പിക്കത്തേ ഇല്ല. ഈ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ നമ്മൾ വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. സിനിമ കാണാൻ വന്നൊക്കെ തിരുവനന്തപുരത്ത് സിനിമ കണ്ടിട്ട് പോയാൽ പോലെ. ഏത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ സത്യം ഞാൻ ആലോചിച്ചു. മച്ചമ്പി ഓരോ പോയിന്റ് പറയുമ്പോൾ അതിനകത്തെല്ലാം വസ്തുതകളുണ്ട്. പുള്ളി ചുമ്മാ വഴിയെ പോകുന്നതെല്ലാം കയറി ഏറ്റുപിടിക്കും. അത് ശരിയാണോ സാറേ? അല്ല പണിയുണ്ട്. അതല്ല ഞാനേ അത് തന്നെ. ഓ അത് ശരി, കുഴപ്പമില്ല. നീ എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. നോക്കാം. ഓ ലില്ലിമോളെ, പിന്നെ ഒരു അതിഥിയുണ്ട്. ആര്? നമ്മുടെ പിന്നെ തോമസ് അച്ചായനില്ലേ, പാലായില്ലേ പലചരക്ക് തോമസ് അച്ചായന്റെ മോൻ വർഗീസ് അച്ചാച്ചൻ. വർഗീസ് അച്ചാച്ചൻ അവൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരുന്നുണ്ടോ? ഇല്ല, അവിടെ ഫിലിം ഫെസ്റ്റിവലിന് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയണേ ഞാൻ ഇവിടെ ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഉച്ച ഊണ് ഇവിടെ നാക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി വരട്ടെ. അപ്പൊ നീയേ ഒരു കാര്യം ചെയ്യ്, അവന് ബീഫ് ഭയങ്കര ഇഷ്ടം. ഒന്ന് ബീഫ് ഇച്ചിരി ഒലത്തി, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഇച്ചിരി പരിപ്പും ഇച്ചിരി സലാഡും ഒരു അച്ചാറും 2 പപ്പടവും ഒക്കെ കൂടെ സെറ്റ് ചെയ്ത് അവനെ എന്തെങ്കിലും സന്തോഷപ്പെടുത്തി വേണം. കാരണം എന്താ അറിയാമോ, ഈ വായി നോക്കി എൻ്റെ നാക്ക് ശരിയല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് മോശം പറഞ്ഞാൽ അവന് നല്ല ഫുഡ് കൊടുത്തു വിടണം. ഓക്കെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കുറച്ച് കൊഞ്ചും കണവയും ഞണ്ടും എല്ലാം കൂടെ ആയിക്കോട്ടെ. അത് അടുത്ത ദിവസം ആക്കാം നമുക്ക്. നീ അന്നല്ല, ഇത് ഹോട്ടലല്ലേ ഇത് വരുന്നവർക്ക് വെച്ചു കൊടുക്കാൻ പറ്റത്ത്? ഹോട്ടലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്ത്? മാന്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. അത് വേണം ഇത് വേണം എന്തോന്നത്? നിന്റെ വീട്ടിൽ ആരെങ്കിലും വേണം, നീ ഒഴിച്ചു വിളമ്പി കൊടുക്കണം. നീ എന്തിനാണ് ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനിപ്പോ പറഞ്ഞത് എന്റെ പെങ്ങളോടാണ് പറഞ്ഞത്. അല്ല, നീ എന്തൊരു ചെറുപ്പിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? നിനക്ക് നിന്റെ അകത്ത് കയറി നിന്ന് പത്രം വായിച്ചോളൂ. അതുകൊണ്ടല്ലേ നിനക്ക് ഇത് കേൾക്കേണ്ടി വന്നത്. ഞാൻ എന്റെ വീടിന്റെ മുന്നിൽ ഇരുന്നാണ് ഈ പത്രം വായിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അകത്ത് പോയിരിക്കണോ? ഞാൻ അകത്തിറങ്ങണോ പുറത്തിറങ്ങണോ തീരുമാനിക്കും ഞാനാണ്. പക്ഷെ ഞാൻ എന്റെ പെങ്ങളെടുത്ത് ആ കാര്യം പറയുമ്പോൾ അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവള് ചെയ്യും. അത് ചെയ്യണമെന്ന് നീ അല്ല തീരുമാനിക്കുക, അവള് ചെയ്യും. പിന്നെ അല്ലാതെ നിന്റെ എത്ര നിന്റെ വീട്ടിൽ എത്രയോ പോലീസുകാരന്മാർ അവിടെ വന്നപ്പോ ഇവിടെ നിന്ന് എത്ര നേരം ഭക്ഷണം കൊടുക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എനിക്കറിയാം. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അവൾക്ക് സൗകര്യം അവള് തീരുമാനിക്കും. വേറെ ഒരു പണിയില്ല. ജോലിക്കും പോവാതെ സർക്കാരിന് പൈസ അവിടെ ചേച്ചി ഇല്ലാത്തോണ്ടല്ലേ ക്ലീറ്റോച്ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞത്. പിന്നെ ക്ലീറ്റോച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വരുമ്പോ ഇവിടെ ഞാനുള്ളപ്പോ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കണോ? അത് എവിടുത്തെ മര്യാദയാ? മാന്യമായിട്ട് എന്തെങ്കിലും പറയാം. ഉള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന എന്താണ് അത് കൊടുക്കുക. അത് ക്ലീറ്റോച്ചേട്ടന്റെ ആഗ്രഹം പറഞ്ഞു. ഞാൻ എനിക്ക് പറ്റുന്നത് വെച്ചുണ്ടാക്കും, അത്രേ ഉള്ളൂ. അവന് കിടന്നുകൊണ്ട് രാവിലെ കിടന്നുകൊണ്ട് ഒച്ചയിടുക നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അതൊന്നുമല്ല, രീതി ശരിയായില്ല. ഇവിടേക്ക് വരുന്നു. ഇതെവിടെയാണ്? രാവിലെ കണ്ടു പോയതാണല്ലോ. ഒരു പണി ഉണ്ടായിരുന്നു. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലൊരു വണ്ടി കിടായി കിടന്നു. ആണോ? പിന്നെ അത് കഴിഞ്ഞ് നേരെ വർക്ക്ഷോപ്പിലെത്തി. എല്ലാം കഴിച്ചാ? ഓ, ഇവിടുത്തെ കട പോറ്റി ഹോട്ടലിൽ കയറി നല്ലൊരു ചോറും കഴിച്ചിട്ട് വർക്ക്ഷോപ്പിൽ കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ഇവിടെ മച്ചമ്പിയാരും വഴക്കൊല്ലം ഉണ്ടായോ? നല്ല വഴക്കായിരുന്നു. ആര് പറഞ്ഞു? അമ്പിച്ചേട്ടൻ വർക്ക്ഷോപ്പിൽ വന്ന് പറഞ്ഞു മേളി ഭയങ്കര അലപ്പായിരുന്നു. അവരൊക്കെ കേട്ടല്ലേ? കേട്ട് കാണും. മറ്റേ വർഗീസച്ചാന്റെ കാര്യം പറഞ്ഞായിരുന്നാ? അതിങ്ങനെ രാവിലെ പുള്ളി മറ്റേ ഫിലിം ഫെസ്റ്റിവൽ എങ്ങാണ്ട് വരും. അപ്പൊ ഇവിടുന്ന് ആഹാരം കൊടുക്കണേ. ആ പുള്ളി അവിടുന്ന് വരുമ്പോഴത്തേക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണ്ടേ? ഇവിടെ ഒന്നാമത് ചേച്ചി ഇല്ലാത്തതല്ലേ, അവിടെ ഞാനുണ്ടല്ലോ. എന്തൊരു പരിപാടി? താഴെ വരുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ മേലെ എന്താ വീട്ടിലൂണ് നടത്തുന്നുണ്ടോ? അയ്യോ, ഇത് പാലേന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ആളാ, അച്ഛൻ അറിയുന്ന ആളല്ലേ വരുന്നത്. പിന്നെ കൊടുക്കണ്ടേ ഫുഡ്? കൊടുക്കാൻ പറ്റത്തില്ല, കാരണം മച്ചമ്മ സമ്മതിക്കത്തില്ലല്ലോ. സമ്മതിച്ചല്ലോ. ഞാൻ പറഞ്ഞപ്പോ സമ്മതിച്ച്. ആദ്യമായിട്ട് ഉടക്ക വെക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യമൊക്കെ ആയിട്ടാ സമ്മതിക്കും. അതൊരു മര്യാദയല്ലേ, വരുന്നവർക്ക് ഫുഡ് കൊടുക്കണ്ടേ? നല്ല മനസ്സിന്റെ ഉടമയായതുകൊണ്ട് വരുന്നവർക്ക് ആ ഒരു മര്യാദ വേണ്ടേ? ഫെസ്റ്റിവല് കാണാൻ വന്ന ഒരു സിനിമ കണ്ടിട്ട് തിരിച്ച് അടുത്ത ബസ്സിൽ കയറി കോട്ടയത്ത് പോയാൽ പോലെ. ഇവിടെ ഒരു വീടുണ്ടെന്ന് അറിയുമ്പോ ഇങ്ങോട്ട് വരത്തില്ലേ? നമ്മളൊക്കെ കണ്ടിട്ട് എത്ര നാളായി? അപ്പൊ വീട്ടിൽ വരുന്നത് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. പാവം, എനിക്ക് അച്ഛച്ചന്റെ കാര്യം ഓർക്കുമ്പോ എപ്പോഴും സങ്കടവാ. അവരുടെ അച്ഛനും അമ്മേനെ ഓർമ്മയില്ലേ? പൊന്നു, എന്ത് സാധനങ്ങളായിരുന്നു. പെമ്മക്കളോട് മാത്രം സ്നേഹം, അച്ചാച്ചനോട് ഒരു സ്നേഹമില്ല. എന്തൊരു വേർതിരിവായിരുന്നു കാണിച്ചോണ്ടിരുന്നത്. ഈ പുള്ളിയാന്ന് നല്ല ബി പി ഉള്ള കൂട്ടത്തിലുവാ. ബിപിയാ? ഭാര്യ ഭയങ്കര പേടിയാന്ന് മച്ചമ്പി പറയുന്നത് കേട്ടിട്ടുണ്ട്. അയ്യോ, ഭാര്യനെ ഒട്ടും പേടിയില്ലാത്ത ഒരാള്. കഴിക്കാൻ വല്ല ഉണ്ടോ? കഴിച്ചിട്ട് നല്ല ഉറക്കം ഉറങ്ങിട്ടാവെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയപ്പോ ദഹനവും നടന്നല്ലോ. ഇല്ല, കിട്ടിയല്ലേ ലിസ്റ്റ് പ്രകാരമുള്ള സകല സാധനങ്ങളുണ്ട്.
ഇനി അതിന്റെ പേരിൽ ഒരു കുറവ് വരുത്തണ്ട, ഗംഭീരമാവട്ടെ. ഇറച്ചിയാ. റൊണാൾഡോ അച്ചാച്ചൻ എന്തോ നീരസം ഉണ്ട് കേട്ടോ വർഗീസ് അച്ചാൻ ഇങ്ങോട്ട് വരുന്നേല്. എന്ത് നേരത്തെ എന്നോട് വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞു? സിനിമ കാണാൻ വന്നവർ സിനിമ കണ്ടിട്ട് അതുവഴി അങ്ങ് പൊക്കൂടെ, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, വല്ല ഹോട്ടലിൽ നിന്ന് പോയി കഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ വീടുള്ളപ്പോ എന്തിനാ വെറുതെ അവിടെ ഇവിടെ ഒക്കെ പോയി കഴിക്കുന്നത്. പാവം വർഗീസ് അച്ചായൻ ക്ലീറ്റോ അച്ചാനായിട്ട് എന്ത് കൂട്ടുകാരെന്നറിയോ, എത്ര ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് തിന്നും കുടിച്ചും കിടന്നേക്കുന്നത്. ഇവർക്കൊക്കെ എന്താണ് വർഗീസ് അച്ചാനോട് ഇത്ര ദേഷ്യം? അല്ല, അവൻ എന്തോ ചെറിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്ന് രണ്ടും പറഞ്ഞുണ്ടായിരുന്നു. പാവത്തിന് വീട്ടിലൊന്നും ഒരു സമാധാനം ഇല്ലെന്നേ വർഗീസ് അച്ചാന്. പണ്ടൊക്കെ എന്തൊക്കെയൊക്കെ കേൾക്കുമായിരുന്നു, ഇപ്പൊ എങ്ങനെയാണോ? ആ, അല്ല, ഇവൻ പറഞ്ഞ ക്ലീറ്റോ പറ്റി എന്തൊക്കെയോ രാവിലെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടായിരുന്നു. ആര്? ഇവൻ തന്നെ. റൊണാൾഡോ അച്ചാച്ചന് വേറെ ഒരു പണിയില്ല, നടക്കുക ഇങ്ങനെ. ഓ, എന്തൊരു ഐസാന്നറിയോ? കർത്താവിൻ പാതയിലൂടെ. എന്ത് മച്ചമ്പി പോയി വിരുന്നതിന് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത്. പിന്നല്ല, ഞാനൊരു കുറവ് വരുത്തണ്ടല്ലോ. എനിക്കിതാ മനസ്സിലാവാത്ത. തിരുവനന്തപുരത്ത് സിനിമ കാണാൻ വന്ന ആൾക്ക് ഇവിടെ ഇത്രയും വലിയ ബൊഫെ ഒരുക്കേണ്ട വല്ല കാര്യം? ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെ പറഞ്ഞല്ല, അസുഖം കൊണ്ട് പറഞ്ഞല്ല, ഞാനിങ്ങനെ ചോദിച്ചത്. ഓ, ആ ബൊഫെ കഴിക്കാനുള്ള കൂടെ ഇരുന്ന് പിന്നെന്ത്? അല്ല, അപ്പൊ അത് ഒരു വീട്ടിലാകുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ ആണല്ലോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പറഞ്ഞ വർഗീസ് അച്ചാൻ എന്തോ സാമ്പത്തിക തിരിമറിക്കാണ് ഇപ്പൊ ഇവിടെ വരുന്നത്, മച്ചമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെക്കാളും വലിയ ഉടായ്പാണ് അവൻ ക്ലീറ്റസ്. അവൻ അത്ര പെട്ടെന്ന് ആർക്കും പറ്റിക്കാനൊന്നും പറ്റുന്നില്ല. മനസ്സിലായി? ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല. അല്ല, ഞാൻ അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടി സത്യമായിട്ടും അല്ലേ, അങ്ങനെ പറഞ്ഞല്ല. പണിയെന്ന് പറഞ്ഞ പോയല്ലോ, പിന്നെ എന്ത് ചെയ്തു കൊടുത്തു. ചെറിയൊരു നട്ട് മുറുക്കി കൊടുത്താൽ മതിയായിരുന്നു. ചെറിയ പണിയൊന്നും പോരുക. ചെറിയ പണി, എല്ലാ പണിയെടുക്കും. അച്ഛമ്മ ടൂൾ ബോക്സ് മേടിച്ചതിന് ശേഷം എല്ലാ ലോകത്തുള്ള സകല പണിയെടുക്കും. ഞാൻ ഒരു ദിവസം കണ്ടായിരുന്നു. ബീഫ് അരിയണോ? വേണ്ട, ഞാൻ ചെയ്തോളാം. സവാള പച്ചയാണോ? അത് പച്ചയാ? പച്ച കട്ട് ചെയ്ത് കൊടുക്കാം. ഓ, അങ്ങനെ. അയ്യോ വേണ്ട, ഞാൻ അറിഞ്ഞോളാം. ചെല്ലിപ്പോ വേണ്ട, ഞാൻ സവാള ഇത് അരിയാം. അതായത് കഴുകിയിട്ടില്ല. എന്തെങ്കിലും ജോലി കൂടെ നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുക്കാന്ന് പെണ്ണുങ്ങളുടെ ചാടയും പത്രാസുപോയി. അത് പോരാട്ടാ, 2-3 കൂടെ വേണം. ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ? വേണ്ടേട്ടാ. ഈ സാമ്പത്തികത്തിന്റെ കാര്യം പറഞ്ഞ കാര്യം ക്ലീറ്റോ മച്ചുമ്പോട് പറയാൻ നിൽക്കണ്ട. നീ പറയുന്ന ഒരു കാര്യം ആരും അങ്ങോട്ടും പറയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. പക്ഷെ ഇത് ഞാൻ പറയും ഏത്? ക്ലീറ്റോ ചേട്ടനോട്. അച്ചമ്പിയേ, ആ, വർഗീസ്. സാറിന് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു? നൈറ്റാ ഉണ്ട്. റൊണാൾഡോ, നീ ഇവിടെ തന്നെ ഉണ്ടാ? അയ്യോ, എന്റെ പേരൊക്കെ മറന്നു പോയില്ല. അതൊക്കെ മറക്കാൻ പറ്റൂ. സുഖല്ലേ? സുഖം. കുഞ്ഞുങ്ങളൊക്കെ എന്തി? അവര് സ്കൂളിൽ പോയി. ക്ലീറ്റോ ചേട്ടനെ വിളിച്ചായിരുന്നാ? ക്ലീറ്റസിനെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ അവനെന്തോ പാർട്ടി പരിപാടിക്ക് കുറച്ച് കഴിഞ്ഞ് വരാന്ന്. അങ്ങനെയാണ് ഇന്നിനെ നോക്കണ്ട. സുഖാണോ വർഗീസ്? ഓ, എന്ത് സുഖം കനക സാറേ. 10-20 കൊല്ലം പിലായിലെ ടയർ കമ്പനി കിടന്നുണ്ടാക്കിയ പൈസയൊക്കെ നാട്ടിലോട്ട് അയച്ചു കൊടുത്തു. പെണ്ണും പിള്ള അതിന് വീടും മേടിച്ച് കുറെ വസ്തുവൊക്കെ മേടിച്ച് കുറെ കടവാ. എനിക്കാണെങ്കിൽ ഇനി നാട്ടിൽ വന്നിട്ട് ഈ കൃഷിയൊക്കെ ആയിട്ടൊന്ന് നിൽക്കണമെന്നായിരുന്നു താല്പര്യം. വന്നപ്പോൾ ഒരു സമാധാനമില്ല. അവർക്ക് കൃഷിയോടൊക്കെ പുച്ഛം. ഒന്നുകിൽ ഞാനിവിടെ നിന്ന് ബിസിനസ് ചെയ്യണം, അല്ലെ പിന്നെ തിരിച്ചു പോകണം. എന്നെ തിരിച്ചു പോകാനോ? അച്ചാച്ചന്റെ കുഞ്ഞുനാളിലും കഷ്ടപ്പാട്, ഇപ്പോഴും കഷ്ടപ്പാട്, ഒരു മാറ്റവും ഇല്ലല്ലോ. സാരമില്ല, എല്ലാം ഒരു കാലത്ത് മാറും. ഓ, ഇതൊക്കെ ഇനി എന്ന് മാറാനാ കനക സാർ. വീട്ടിലാണെങ്കിൽ ഒരു മനസ്സമാനമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവലിൽ വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. സിനിമയൊന്നും കണ്ടില്ലേ? അപ്പോ സിനിമയൊന്നും കണ്ടില്ല. ഇവിടെ വന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സന്തോഷമായിട്ട് പോകാന്ന് വിചാരിച്ചു. നമുക്കും എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ? ഈ കൃഷി ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറയാം. അതെവിടാ? അമ്മാവൻ്റെ ഒരു ചീരത്തോട്ടുണ്ട് ഇവിടെ അടുത്ത. സൂപ്പറാ. അതൊന്നും കൊണ്ട് കാണിക്കും. നിറയെ നല്ല രസമാണ് കാണാൻ. പല പല കൃഷികളുണ്ട്. ചീരത്തോട്ടം കാണാം. നോക്കിക്കൊണ്ടിരിക്കാതെ അച്ഛന് വെള്ളം കൊടുക്കും. വെള്ളം എന്തിനാ എടുക്കുന്ന? ചോറ് റെഡിയാ, ചോറ് കഴിച്ചിട്ട് പോവാം. പിന്നെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഗംഭീരമായിട്ടുണ്ട്. നല്ല ഭംഗി. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ല കുളിർമയാണ്. എന്നിട്ട് മുഖത്ത് സന്തോഷമില്ലല്ലോ. ഓ, സന്തോഷം വരണമെങ്കിൽ മനസ്സിന് ഒരു സമാധാനം വരണ്ടേ സാറേ? എന്നും കുന്നും ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കെട്ടുകയെന്നാ പറഞ്ഞു കേട്ടില്ല. എന്തോ ചെയ്യാനാ, മനസ്സമാനമുള്ളൊരു ജീവിതം കൊതിച്ചാണ് പുറത്തെ ജോലിയൊക്കെ മതിയാക്കി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പം
അതിനേക്കാളും പ്രശ്നങ്ങളാണ്. സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ട് എത്ര കാലമായെന്നറിയും. അത് ഈ സാധാരണ ഈ പ്രവാസികൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നം ഇത് തന്നെയാണ്. കയ്യിരിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട് വയ്ക്കുകയും സാധനങ്ങൾ വിടുകയൊക്കെ ചെയ്യും. അതെ, പിന്നെ നാട്ടിൽ വരുമ്പോൾ കൈ പൈസ കാണൂല. കൈ പൈസ ഇല്ലെങ്കിൽ കുടുംബത്തിൽ പിന്നെ നമുക്കൊരു വിലയില്ലല്ലോ. അതാ, കയ്യിൽ കാശും ഇല്ല, കാൽക്കാശിന് വിലയില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അതിനുവേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടേ നമുക്കായിട്ടൊരു കരുതലുണ്ടാക്കി വെക്കുക. ശരിയാ. പിന്നൊരു സമയത്ത് നമുക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ലല്ലോ. അതാ പറ്റിപ്പോയത്. സാരല്ല, ഇനി സമയമുണ്ടല്ലോ. ഇനി എവിടാ സാറേ? നമ്മൾ പ്രതീക്ഷ നശിക്കണ്ടെന്നേ. നമുക്ക് ആരോഗ്യമില്ലേ? ആരോഗ്യമുള്ളിടത്തോളം കാലം ആരെയും ആശ്രയിക്കുക, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. അതാണ് ഇപ്പൊ ഞാനും ആലോചിക്കുന്നത്. കയ്യിൽ പൈസ ഒന്നും എല്ലാവരും കൂടെ ഉണ്ടാവും. അതെ, പൈസ ഇല്ല കൂട്ടുകാരും ഇല്ല, വീട്ടുകാരും ഇല്ല. അത് ശരിയാ. എന്നാലും ഈ കനക മച്ചമ്പി കാണിച്ചത് എന്തോ ഒരു മര്യാദയാണ്. മച്ചമ്പിയെ കാണണം, പാലാന്ന് ഇവിടെ നിന്ന് സിനിമ കാണാൻ വന്നാളെ വിളിച്ചോണ്ട് സിനിമ പോലും കാണിക്കാതെ നേരെ ചീരത്തോട്ടത്തിലോട്ട് വെച്ചു വിടും. എന്നാ മച്ചമ്പി ഒന്ന് കാണാൻ നിന്നു. വേണ്ട, ഇവിടെ കൂട്ടി വന്ന് മച്ചമ്പിയുടെ കൂട്ടിക്കൊണ്ട് തോട്ടത്തിലോട്ട് വരുന്നല്ലോ. അതേതില്ല, ഒട്ടും ശരിയായില്ല. മച്ചമ്പി പറഞ്ഞത് ചിലപ്പോൾ മച്ചമ്പിക്ക് പിടിച്ച് കാണത്തില്ല. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയൊരു വസ്തുത എന്താണെന്നറിയാം. മച്ചമ്പിയെ കേരളം ഒട്ടാകെ അറിയപ്പെടുന്നു, പലരും തിരക്കി വരുന്നു. ഇതൊന്നും മച്ചമ്പിക്ക് അത്ര പിടുത്തമുള്ള കാര്യമില്ല. ഇന്നാളെ വില്ലേജ് ഓഫീസർ സാറിൻ്റെ അനിയും വണ്ടി ശരിയാക്കി അവിടെ വന്നപ്പോഴേ അപ്പോൾ മച്ചമ്പി തിട്ടാ നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇത് ക്ലീറ്റസിൻ്റെ അളിയനല്ലേന്ന് ചോദിച്ചു. ചിരിച്ചോണ്ട് നിന്നാണ് മുഖം ഇരുണ്ടങ്ങ് മാറി. എന്നിട്ട് രണ്ടേ വിട്ടെങ്കിൽ ഇന്നോട്ട് മാറിയിട്ട് വരുന്നേ, അതെ ഞാൻ ക്ലീറ്റസിൻ്റെ അളിയനല്ല, ക്ലീറ്റസ് എൻ്റെ അളിയനാണെന്ന്. കേന്തിയാണോ? കുശുമ്പ്, വയറ് നിറച്ചു കുശുമ്പ്. സത്യം എനിക്ക് ലില്ലിപ്പൻ്റെ കാര്യം അല്ലെങ്കിൽ പലപ്പോഴും സങ്കടം വരും. ഞാൻ പറഞ്ഞാലും മനസ്സിരുന്നാ മതിയോ? എന്തൊക്കെയാണ് നീ കുറെ കൂടെ സുന്ദരനായിക്കണല്ലോടേ. സത്യം ആണ്ട കൊടവണ്ടിയൊക്കെ ചാടി. അല്ല, ഈ സിനിമ കാണാൻ വേണ്ടിട്ട് നീ പാലായത് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കറങ്ങി കിടന്ന തിരിച്ചു ചെല്ലുമ്പോൾ പെണ്ണുമ്പിള്ള അടുത്ത് എന്ത് പറയും? അതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയുടെ പേരൊക്കെ പറഞ്ഞാൽ പോരെ. അത് ശരി. എങ്ങനെയുണ്ട് പോയ സ്ഥലമൊക്കെ? എങ്ങനെയുണ്ട് പോയ സ്ഥലമൊക്കെ ഗംഭീരം. അല്ലേ, നീ ഇങ്ങോട്ട് താമസം മാറണ പാലായിന്ന്? ഇല്ല. ഇവിടെ ഒരു സാമ്രാജ്യമൊക്കെ നമുക്ക് കെട്ടിപ്പടുക്കാം. പിന്നെ നീ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ ഞാൻ കുറേ തിരക്കിലായിരുന്നു, മീറ്റിംഗ് ഒക്കെ ആയിരുന്നു. എവിടെ വിളിച്ചപ്പോൾ ഫുഡെല്ലാം കഴിച്ചു, എല്ലാം ഓക്കെ. എങ്ങനെയുണ്ട് ബീഫ് അലത്തിയത്? സൂപ്പറല്ലേ? പിന്നെ എൻ്റെ ഫേവററ്റ് ഞാൻ പറഞ്ഞ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇല്ലാത്തതിൻ്റെ കുറവൊന്നും നിനക്ക് തോന്നിയില്ലല്ലോ? നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവില്ലായിരുന്നു. എൻ്റെ അളിയൻ കൊണ്ടുനടന്ന് എല്ലാം കാണിച്ചു, എല്ലാം സൂപ്പറായിരുന്നു. അത് മാത്രമല്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്നിടം വരെ നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ മാത്രമേ പുള്ളിക്ക് നേരം ഉണ്ടായിരുന്നു. എടാ, ഇതുപോലൊരു അളിയനെ കിട്ടി നീ എന്തൊരു ഭാഗ്യവാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് കൊണ്ടൊരളിയെ എന്നെ കിട്ടുന്നിടത്ത് എല്ലാം ആക്ഷേപിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. ഇവിടെയും ആക്ഷേപത്തിന് കുറവൊന്നുമില്ല. അതെ, പക്ഷേ ഞങ്ങൾ തമ്മിലല്ല. എൻ്റെ ഒരു അനിയനുണ്ട്, ഇതായി നിൽക്കുന്നത്. അവന് വാ തുറന്ന ഇത്രയും സമയം വരെയും നിന്നെപ്പറ്റി ഇനി പറയാനൊന്നുമില്ല. ആക്ഷേപത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാ നിപ്പുണ്ട്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തു കളയാ. പണിയൊന്നും ഇല്ലടാ. മിക്കവാറും പണി കിട്ടും. ഇല്ലേ പറയണം. ഒരു പണി ഞാൻ തരുന്നുണ്ടാണ്.